ശ്രീ റിജി ലൂക്കോസ്, കോൺഗ്രസിൽ നടക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. ഇതാണ് കോൺഗ്രസിന് അടുത്ത തവണ അധികാരത്തിൽ വരാനുള്ള യോഗ്യത നിശ്ചയിക്കുന്ന മാനദണ്ഡം എന്ന് എങ്ങനെ വിധി എഴുതാൻ പറ്റും? മുഴുവൻ സമയം നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മൾ. അദ്ദേഹത്തിന്റെ ലൈൻ കട്ടായിട്ടുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കളുടെ ഒരു പ്രതികരണം പെട്ടെന്ന്. ഇത് ഈ പ്രശ്നങ്ങളെല്ലാം കോൺഗ്രസ് അതിജീവിക്കുന്നു തന്നെ ഞാൻ കരുതുന്നത്. കാരണം കോൺഗ്രസ്സുകാർക്ക് ഈ ഈ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം അവർക്ക് ബോധ്യമുണ്ട്. നേതാക്കൾ ഈ സ്ഥാനമാനങ്ങൾ പങ്കിടുന്ന ഘട്ടത്തിലൊക്കെ ചില അവസരങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അവർക്കും ആ യാഥാർത്ഥ്യത്തോട് മുഖം തിരിച്ച് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ മുഖം തിരിച്ച് നിന്നാൽ അണികളൊട്ട് സമ്മതിക്കുകയില്ല. പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഏറ്റവും സാധാരണ മനുഷ്യർക്ക്, സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അവസരം കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് ഓരോ കുത്തിത്തിരിപ്പും കൊണ്ട് ഈ നേതാക്കൾ ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങൾ വലുതാക്കി ഊതി വീർപ്പിച്ച് ഇനിയും താതാന്ന് ഇങ്ങനെ എനിക്ക് കിട്ടിയത് പോരാ 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 എന്ന് പറയുന്ന ആവലാതിപ്പെടുന്ന ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ അപ്പുക്കിളിയുടെ മനസ്സുമായിട്ട് വന്നാൽ ആളുകൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ഏത് പ്രതിസന്ധിയും ഈ കൊടുങ്കാറ്റിനെയും ഈ സുനാമിയെയും കോൺഗ്രസ് അതിജീവിക്കും. വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ അതിന് അവർ തന്നെ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. റജി പറയുന്ന പോലെയൊന്നും അല്ല, ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അതിന് ആണിയടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം വന്നിരിക്കുന്നത്. ഇങ്ങനെ പല കാരണങ്ങളാൽ LDF പ്രതിരോധത്തിലാണ്. അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമൊന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ഐക്യമുള്ളൊരു മുന്നണിയായിട്ട്, ലക്ഷ്യബോധമുള്ളൊരു മുന്നണിയായിട്ട് കോൺഗ്രസും അതിലെ ഘടകകക്ഷികളും UDF അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിച്ചാൽ ആ അവസരത്തിനൊത്ത് ഉയർന്ന് ഏകസ്വരത്തിൽ, ഏക ലക്ഷ്യത്തിൽ, ഏക മനസ്സിൽ പ്രവർത്തിക്കുന്നില്ല എന്നെങ്കിൽ കാലത്തിൻ്റെ തിരിച്ചടി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. ആ തിരിച്ചടി ഒരുപക്ഷെ മർമ്മത്ത് തന്നെയായിരിക്കും. പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലും എത്ര കണ്ട് കഴിയും എന്നവർ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. അത് മറ്റേറെക്കാൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതാക്കളും കോൺഗ്രസിനെ നയിക്കുന്നവരും തന്നെയാണ്. അത് കേരളത്തിൻ്റെ കൂടി ഭാവിയെ ബാധിക്കുന്നൊരു വിഷയമാണ്. ജനാധിപത്യത്തെ, മതേതരത്വത്തെ ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.